എന്റെ മോനെ ആരോടിക്കണ ദുൽഖർ ഓടിക്കണേ ഇതെന്താണ് കാണിക്കണ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാൽ ഏതാണ് റിവർ സൈഡ് അല്ലേ, എന്താ ലേക്ക് വ്യൂയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ കോളിഫ്ലവർ വേണമെന്നാണ് നമ്മുടെ ആശാന്. അത് മാത്രം മതി എന്നാണ് ആശാൻ പറയുന്നത്. ഇവിടത്തെ കോളിഫ്ലവർ കണ്ടിട്ട് അവന് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ കാണാണ്ടായിരുന്നു. അപ്പോഴും ഇതാണ് ബീവിനെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അപ്പൊ അടിച്ച് തലയിരിക്കും എന്നാ പറയാ. മോനെ ബോബ് ഇവിടെ വന്നതിന് എനിക്ക് ഇതുപോലെ നിരവധി സൈക്കിളുണ്ട്. ഇത് ഒരുമിച്ച് പോണെങ്കിൽ അങ്ങനത്തെ സൈക്കിൾ എടുക്കാം. ഗൈസ് ഇവിടെ നിറച്ച് കുതിരയുണ്ട് കേട്ടോ ഗൈസ്. കുതിര റൈഡ് പോയാലോ? എന്ത് നല്ല തണുപ്പല്ലേ ഇവിടെ. വെള്ളക്കുതിര സൈക്കിൾ എടുക്കാം നമുക്ക്. സൈക്കിൾ എടുക്കാം. സൈക്കിൾ എടുത്താലോ? ആണെങ്കിൽ കൊള്ളാം. റേസിസ്റ്റായും പോയെന്നാണ് പറഞ്ഞത്. ഓടി കിട്ടൂല മോനുസേ. ആ പോണ ഓടി തുൽക്കറാന്നാണ്. എന്റെ പൊന്നെ നല്ല പോക്കാണ് ആള് പോയത്. ആടാ നമുക്ക് അവിടെ വരെ പോയിട്ട് തുൽക്കനെ കാണാൻ വേണ്ടി ഓടിയതാ. കിതച്ചു പോയി. നമുക്ക് ഒരങ്ങനെ കറങ്ങി അപ്പുറത്തെത്തൂടാ തന്നെ. തുൽക്കനുണ്ട് ഷാള് വെച്ച് പിടിച്ച് കാറായിട്ട് അതിനെ ഓടിയത് അറസാന്ന് തോന്നുന്നു. ചവിട്ടുമ്പോ തന്നെ അത് പോകണ്ടായിരുന്നു. നല്ല പോക്ക്. ഇവിടെ ബോട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേ ആൾക്കാര് ബോട്ടൊക്കെ ഉണ്ട്. അത് ദിവനായിട്ട് പറഞ്ഞത്. ഇത് ആ ഓടി ഏതാണ്ട് ജില്ലയിലെത്തി. ഈ കാണുന്നതാണ് കൊടൈക്കനാൽ ലേക്ക്. ഇതുപോലെ ഇങ്ങനെ ഇതാണ് ബോട്ട് സഫാരി. ദുൽഖറിനെ കാണാൻ വേണ്ടി വന്നിട്ടേ നൈസായിട്ട് ഓടിക്കത്തിച്ചു പോയെന്നൊക്കെ. ശിവജിത്ത് ഞാനും കൂടി ഓടി, പക്ഷെ എത്തിയില്ല. എനിക്ക് തോന്നുന്നു ആ ഗേറ്റ് വഴി വല്ലതും കയറി പോയിട്ടുണ്ടാവും. മഹാലക്ഷ്മി വില്ല സിനിമയിലേക്കുള്ള സ്ഥലമെന്ന് തോന്നുന്നു കണ്ടിട്ട്. എവിടെയോ കണ്ടുപിടിച്ചുള്ള പോലെയുണ്ട്. പിന്നെ ഇവിടുത്തെ ലേക്ക് പിന്നെ പറയണ്ടല്ലോ, എത്രയോ സിനിമയിൽ കണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ആ ഓടി RS ഇനി അവിടെ നിന്ന് കാണും. എങ്ങനെ കിട്ടും? കാറ് അങ്ങോട്ടല്ല റൂമിൻ്റെ സൈഡുണ്ട് അവിടെ. പക്ഷെ ദുൽഖർ ഭാഗത്തുണ്ടോയെന്ന് എനിക്ക് വലിയതായിട്ട് അറിയില്ല കേട്ടോ. 369 ഓടിയാണ്. അതന്നെ ഒരു വൈറ്റ് കളർ കാറായിരുന്നു സംഭവം. നൈസ് വണ്ടിയാണ് കേട്ടോ വന്നത്. കൂട്ടുകാരൻ കണ്ടു എന്നാണ് പറഞ്ഞത്. അവൻ നമ്മളെ തേച്ചതാണോന്ന് അറിയില്ല. ദുൽഖർ ഫാൻസ് ആയതുകൊണ്ട് കണ്ടതമർന്നതാണ് കണ്ടത്. BMW 5 Series. ഞാൻ വിചാരിച്ചു എന്റെ മോനെ വിഷയം. ഇവിടെ വൻ പൊളിയാണ് ഗൈസ്. ഇവിടെ വൻ സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ എന്താ നടക്കണേ? അവിടെ ചെല്ലുമ്പോ ആഡംബരക്കാറുകളുടെ ചബർമഴയായിരിക്കും ചിലപ്പോ. ഇനി കാർ ഷോ വല്ലതും ഉണ്ടോ എന്നൊക്കെ. കിട്ടിലൻ വണ്ടികൾ പോകുന്നുണ്ട്. വല്ല ഗെറ്റ് ഇറക്കിയോ? ഞങ്ങളിങ്ങനെ ലേക്കിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. അന്തവിദൂരതയിൽ നിന്ന് നടന്നു വരുന്നു നമ്മുടെ പിള്ളേർ. നല്ല രസമാണ് കേട്ടോ ഈ ഒരു സമയം എന്താ വൈകുന്നേരമാണ്. ഒരു 5:05 ഉണ്ടോ, 5:45 ക്ലൈമറ്റ് പ്ലസൻ്റ് ആണ്. കണ്ട നല്ല നൈസ് ആംബിയൻസ്, നൈസ് ക്ലൈമറ്റ് ആണ്. ഇവിടെയൊക്കെ അടിപൊളി സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. വൈബ് ഈ ഒരു സമയത്ത് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ വരണം ഇങ്ങോട്ട്. നല്ല തണുപ്പും നല്ല ആംബിയൻസ്. അമ്മരോടൊക്കെ ഉണ്ട്.
എൻ്റെ മോനെ കൊള്ളാലേ സംഭവം. ഇനി നിങ്ങൾ അധികം ഇതന്നെ കാണിച്ചു ഉറപ്പിക്കല്ല. ഇനി അടുത്ത സംഭവത്തിലേക്ക് ചെല്ലട്ടെ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് എന്ത് കഴിക്കാനാണ് പോണത്? മാഗി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പോവാണ്. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിലുള്ളൊരു തണുപ്പുണ്ട്. ആൾക്കാർ അവിടെ സൈക്കിളല്ല മറ്റേ ബോട്ടിങ് നടത്തുന്നുണ്ട്, പാഡൽ ബോട്ട് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ബെഞ്ചിനൊക്കെ തണുത്ത് വിറച്ച് എന്താണ് പല്ലടിക്കണേ റൂമിലിരുന്നിട്ട്. പിന്നെ ഇവിടെ ടൂറിസ്റ്റേഴ്സ് മാത്രമാണ് കേട്ടോ മാസ്ക് വയ്ക്കുന്നത്. നമ്മളൊന്നും മാസ്ക് വെച്ചിട്ടില്ല, വ്ളോഗ് ചെയ്യണോണ്ടാണ്. ഇവിടെ തമിഴ്നാട്ടിൽ തമിഴരാരും വെക്കുന്നില്ല. ഒരു ചെറിയ പിള്ളേരൊക്കെ നടക്കണുണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തണുപ്പുള്ളത് കൊണ്ട് നല്ല സുഖമുണ്ട് നടക്കാൻ. ഇനി രാത്രി എന്താവുമോ എന്തോ. ഇപ്പം തന്നെ എന്തോ 18 ഡിഗ്രി ഉണ്ട്. ഇനി രാത്രി ആകുമ്പോൾ എന്താവും എന്തോ എന്നുള്ള തണുപ്പിനൊക്കെ കുറിച്ചാണ് ഞങ്ങളുടെ ഒരിത്. ജാക്കറ്റ് ഇട്ട് തന്നെ ഇവിടെ നമ്മൾ കൊടൈക്കനാലിൽ വന്നത് എന്തിനാ കൊച്ചു തണുപ്പൊക്കെ ആയിട്ട് ചില്ലായിട്ടിരിക്കാനല്ലേ? അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ തണുപ്പൊക്കെ ഇങ്ങനെ പ്രതിരോധിക്കണം, കട്ടയ്ക്ക് നിൽക്കണമെന്നൊക്കെ. എൻ്റെ മോനെ വിഷയം NS ആണ് പോയത്. NS ഇവിടെ പണ്ട് ഒരു ഡോൾഫിൻ ഉണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ കുറേ സൈക്കിൾ ഉണ്ട് കേട്ടോ, വെറൈറ്റി ഓഫ് വെറൈറ്റി സൈക്കിൾസ്. ഫയർഫോക്സ് അങ്ങനെ വീട്ടിൽ തന്നു വിടാവോ? വേണമെങ്കിൽ എടുത്തോളാം. ജാക്കറ്റ്സ്, if you need a jacket come here. കൊണ്ടുപോയിട്ട് റൈഡർ ജാക്കറ്റ് അവിടെ 70 തിയേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുതിരയൊക്കെ ഫോട്ടോ എടുക്കുന്നത്, വൈറ്റ് കുതിര പോസ് ചെയ്യണ്ടല്ലോ. കുതിര സവാരി കുതിര സവാരി അമറു കമോൺ, കുതിര സവാരി പോണോ? കുതിരനെ നട്ടുപിടിഞ്ഞു എന്നാണ് അമർനാഥ് കയറിയുള്ള കുതിരനെ വേണോന്ന്. നീ ദുൽഖറിനെ കണ്ടോ വണ്ടിയില്? അമ്മാലിത്താനെ കണ്ടു. അപ്പുറത്ത് ദുൽഖർ തൊപ്പി വെച്ചിട്ടായിരിക്കും. ആരോടിക്കണേ? ദുൽഖർ ഓടിക്കണ്. അമർനാഥ് മാത്രമാണ് വിറ്റ്നസ് ചെയ്തേക്കുന്നത്. DQ നീ നോക്കടാ, നീ ദുൽഖറാന്നല്ലേ? അത് കള്ളപ്പാന്നേ. കഴിഞ്ഞ ആഴ്ച ദുൽഖറാണ്. 100 എത്ര തരാം ഞാൻ പറയൂട്ടാ. ദുൽഖറിനെ കണ്ടത് നീ മാത്രമാണ്. അപ്പൊ എന്റെ മോനെ തകിടാവ് പുൽക്കർന്നൊക്കെ. അമർനാഥേ, നീ കണ്ടു ദുൽഖറിനെ? ഉറപ്പല്ലേ? ഇതാണ് ഫസ്റ്റ്. ഒരു മിഠായി വാങ്ങിച്ചു കൊടുക്കണ. ബർത്ത്ഡേ അല്ലടാ നിന്റെ? ഒരു മിഠായി വാങ്ങിച്ചു കൊടുക്കും കൊച്ചിന്. അവർക്കത് ചോളം വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. ഇവിടെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നിറച്ച് ഷോപ്പിംഗ് സെന്റേഴ്സ് ആണ്. യെസ്, എത്തണം. ലെറ്റ്സ് ഗോ. അപ്പൊ ഞങ്ങളൊരു ചെറിയൊരു സൈക്കിൾ റൈഡ് തലയടിച്ച് വീണില്ല ഞങ്ങൾ കാണാൻ ഗൈസ്. സൈക്കിൾ ഭയങ്കര ടൈറ്റാന്നൊക്കെ. ഗംഭീര തണുപ്പത്ത് സൈക്കിളും ചവിട്ടി പോവുകയാണ് മൂവർ സംഘം. ബാക്കിൽ ബൈക്ക് വന്ന് ഹോൺ അടിക്കണം ഗൈസ്. എന്റെ പൊന്നു മോനെ, എല്ലാരും കിട്ടൂടാ. ഞങ്ങള് വ്ളോഗിന് വേണ്ടി മാത്രം സൈക്കിളിൽ എക്സ്പ്ലോർ ചെയ്യാണ്. പ്രാന്തൻ വീട്ടിലൊക്കെ ചവിട്ടുണ്ട്. അവിടെ പോയിട്ട് മലക്കടിച്ച് വരാൻ. ബെഞ്ചമിൻ പെട്ടച്ച് പോകണ്ട് ഊട്ടിക്കട്ട തണുപ്പും. ഞങ്ങളൊക്കെ ഷോർട്സും നിഹാല് മാത്രമാണ് പാൻറ്റൊക്കെ ഇട്ട് വന്നേക്കുന്നത്. അവന് സീനില്ല. ഞാനും ബെഞ്ചമിന് ഷോർട്സാണ് ഗൈസ്. കണ്ണ് വായനൊക്കെ
അപ്പം ഞങ്ങളധികം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണില്ല എന്നറിയാം, സോറി. നല്ല ലൈറ്റ് കുറവുണ്ടാവും. ഇപ്പോൾ ലേക്കിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിൽ നിന്ന് വണ്ടി വരുന്നു, ഒറ്റ കൈ പിടിച്ച് ചവിട്ടണോ. എൻ്റെ പൊന്നി നല്ല സുഖമുണ്ട് കേട്ടോ ചവിട്ടാൻ. നല്ല തണുപ്പ്, നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈബ്സ് പോലത്തെ നിഹാൽ അതിഗംഭീരമായിട്ട് സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാധനം കൊള്ളായതൊക്കെ ഓണ് നിഹാല്. ഇവിടെ നിന്ന് കപ്പിൾ ഫോട്ടോഷൂട്ടാന്ന് തോന്നുന്നു. എൻ്റെ മോനെ സൈക്കിൾ ചവിട്ടിട്ട് നീങ്ങണില്ലല്ലോ. നിഹാലെ പതിയാ പോടാ. ഇമാരക്കൊക്കെ നിന്ന് ചവിട്ട്, എനിക്ക് നിന്ന് വെച്ചാൻ പറ്റില്ലേ. ആ കിടത്തി ഇറക്കാം, പോയി മരത്തിലിരിക്കല്ലേ. ഇത് ചവിട്ടി അങ്ങനെ കറങ്ങി അവിടെ വരെ എത്തണം തിരിച്ച്. നടക്കൂല, നിസ്സാര കേസല്ല. ശോകം എൻ്റെ മോനെ ലിയോന്റെ പശുവുമ്പോ. അയ്യോ വണ്ടിയുടെ അലൈൻമെന്റ് ഏറ്റാ, വണ്ടിയുടെ അലൈൻമെന്റ് ഏറ്റാന്നാട്ട് ആശാൻ പറയണേ. അയ്യോ എൻ്റെ മോനെ പശുവിന്റെ വീട്ടിൽ പോ. പശു ഇവിടെ എന്തോ സംഭവിക്കണ്ട കേട്ടോ. എന്നിട്ടാണ് ഈ കൊടൈക്കനാൽ വൈബ്സ് ഇത്ര തന്നെ ചവിട്ടിയിട്ട് വയ്യാണ്ട്. പക്ഷെ വേർക്കണില്ല, നല്ലപോലൊക്കെ എത്തക്കണുണ്ട്. നോക്കി നോക്കാം. നിഹാല് അങ്ങ് അവിടെ എത്തി ഗൈസ്. ഇതെന്താണ് കാണിക്കണ? എയറോഡൈനാമിക്സ് അവൻ്റെ ഫേവറേറ്റ് സാധനം. കണ്ടില്ല ഗൈസ്, ഉമ്മാൻ്റെ ഒപ്പം ഞാൻ നടക്കണത് എന്നൊക്കെ. ഹൗ ഗോയ്സ് സീൻ അവസ്ഥ. ഫ്രണ്ടിൽ ബ്ലോക്ക്. ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടില്ല അണ്ണാ, കൊഞ്ചം വഴി താങ്കോ. മോനെ കിട്ടില്ല പൈസ ഭ്രാന്താ, പതിയാ പോടാ. എന്റെ മോനെ അങ്ങോട്ടൊക്കെ കിട്ടില്ല വൈബാണ്ട. ഒരു വണ്ടി അതിൽ കൂടെ പാസ് ചെയ്യും. അയ്യോ ഗൈസ്, കാല് തീരാറായി ഗൈസ്. കിഡിലിന് സ്വിഫ്റ്റ് മോഡിഫൈഡ് ഉണ്ട്. മിനി കൂപ്പറിന്റെ അതിന്റെ കേരള പോലീസ് ഇത് കാണാം. മിനി കൂപ്പറിന്റെ ടെയിൽ ലൈറ്റ് ഒക്കെ വെച്ചേക്കുന്നത്. പൊളി സാധനം. നല്ല തണുപ്പുണ്ട് കേട്ടാ. അമ്പോ കിടിയൻ റിസോർട്ട് ലെഫ്റ്റില്. നെക്സ്റ്റ് ടൈം ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നതായിരിക്കും അല്ലടാ? അല്ല തന്നെ. നിങ്ങൾ പറ കഴിച്ച അവിടെ പോയി താമസിക്കണോ? ഞങ്ങൾ പോയി താമസിച്ചിരിക്കും നിങ്ങൾക്ക് വേണ്ടി. എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം നിന്നൊക്കെ. ഞങ്ങൾക്ക് ഇനി അവിടെ നിന്ന് ചുറ്റിയിട്ട് ആന്തപ്പക്കം പോകണം. വാവ്, ഇവിടെയൊക്കെ നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ. ഈഫിൽ ടവറിൻ്റെ പോലെ ഒരു ടെലിഫോൺ ടവർ ഉണ്ടെന്ന്. കോട്ടേജ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല, ഭയങ്കര ശോകമാണ്. അതാണ് അധികം കാണിക്കാത്തത് കേട്ടോ. വേറെ ഒന്നുമില്ല കോട്ടേജ് കാണിക്കാൻ നിന്നത്. ലാസ്റ്റ് വീഡിയോയിലാണ് ഞങ്ങൾ വന്നത് നാട്ടിലേക്ക്. അല്ല, നാട്ടിൽ നിന്ന് ഇവിടേക്ക്. മേ ബി ദിസ് വൺ ഈസ് സെക്കൻഡ് എപ്പിസോഡ്. മേ ബി തേർഡ്. നോ വേ, സെക്കൻഡ് എപ്പിസോഡ് ആക്കാൻ സാധ്യത. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് തരണ്ടേ, കുറേ എടുത്തിട്ടുണ്ടേ. ഷാഹിദ് തന്നെ ഗോപ്രോ വന്നുകൊണ്ടാണ് ഇത്ര നല്ല വിഷ്വൽസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. അത്യാവശ്യം കുറച്ചുണ്ട് കേട്ടോ. 10-12 കിലോമീറ്റർ ഉണ്ട്. തള്ളം മാറ്റി തള്ളടാ. ഇപ്പൊ തടി ഉറയ്ക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്ന പോലെയല്ലോ. കൊടൈക്കനാലിൻ്റെ ലേക്ക് വ്യൂവിൻ്റെ അവിടെയുള്ള എന്താണ് ഷോപ്സിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ പോണത്. കിട്ടില്ല മോഡിഫൈഡ് ജീപ്പ്. ഇതൊക്കെ നിറച്ച് ഷോപ്പ്.
നമ്മുടെ വണ്ടി വേറെ എവിടെ ഞങ്ങളുടെ ഒപ്പം നിഹാലിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വേറെ ജില്ലയിൽ കാണാം നമുക്കിനി. എവിടെയാണോ എന്തോ. എൻ്റെ പൊന്നെ ചവിട്ടിട്ട് എത്തണല്ലോ ഗൈസ്. യെസ്, നമ്മുടെ ലക്ഷ്യശാന 70 താഴ്ത്താണ്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തുന്നു. എന്താ സൈക്കിൾ കൊടുത്താ? അന്നോ പിന്നെ ധാരാളമാ. പാശാലാണ് നമുക്ക് സൈക്കിൾ വന്നത്. എൻ്റെ പൊന്നെ ബൊലേറോ ഇനി നടക്കാൻ പറ്റണല്ലോ ഗൈസ്. കാലൊക്കെ ഇവിടെ ഉണ്ടോന്ന് തോന്നണില്ല. അന്ന് ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിച്ച് ചവിട്ടിട്ടുണ്ടോ അവിടെ? 12 കിലോമീറ്റർ അല്ലേ? 12 കിലോമീറ്ററോ? പോടാ ഗായ്സ്, ഇത് 12 കിലോമീറ്റർ ഉണ്ടായെന്നാണ് ഇപ്പൊ പറയണത്. ഹോട്ടാർച്ച് നമ്മളെ സമ്മതിക്കണല്ലേ? നീയൊക്കെ പറ്റിയേ കണ്ടു നേരത്തെ എയർ ഫ്ലോ കാണിച്ചത്. പിന്നെ നീങ്ക സൈക്കിൾ ഇടിച്ച് ചാവണ്ടെങ്കിൽ മാറിക്ക്. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നെ ഇടിച്ച 1 കോടി രൂപ വരലാം. എത്ര? 1 കോടി. പിന്നെ ആരെങ്കിലും ഇടിച്ചതിന് 1 കോടി രൂപ കൊടുക്കണമെന്നാണ്. പിന്നെ അതിനുള്ള വിലയൊന്നും ഇല്ല. കോളിഫോറോഡ് സിറ്റി ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു തണുപ്പത്തെ സൈക്കിളോട്ടിയപ്പോൾ? ഒരു സുഖം. ഇനി കുറച്ച് കഴിയുമ്പോൾ കാലിലിങ്ങനെ വെയിനെടുത്തിട്ട് കോട്ടേജിൽ കിടക്കണം. അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ ഓമാരെ സ്റ്റോറി ഇട്ടോളൂ, ഞങ്ങളെ ട്രോളിട്ട്. ഉറപ്പല്ല കാര്യത്തിൽ നമ്മൾ സൈക്കിൾ ഇട്ടിട്ട് കാല് വരാന്ന് പറഞ്ഞാലേ ജീവനൊക്കെ നമ്മളെ ട്രോളിക്കൊല്ലും കൈസ്. ഫുഡ് ഭ്രാന്തനെ ഇവിടെ ഫുഡ് ഭ്രാന്തന്റെ വർക്കടൊക്കെ ഉണ്ട്. ഷോപ്പ് വല്ലതും കൊണ്ടാരോ മൂക്ക് ഞാനൊക്കെ ഇട്ടാന്ന് തോന്നുന്നു. അല്ല, ഇവിടുന്ന് വെളിച്ചുണ്ടാവില്ല ഗൈസ്. അവന്മാരും വിളിച്ചില്ലല്ലോ ഗൂഗിൾ പേ. ഓ ഡാർക്ക് സോസ്. उल्ली बज्जी करबे ना? हां उल्ली बज्जी हां ಮೂರನೇ ಸೋಸು അമ്മ അമ്മാവ് വളരെ നന്ദി. അതാവത് വേണ്ട. കൊള്ളാം. കൊടൈക്കനാൽ നൈറ്റ് ലൈഫ് ആണോ ഗൈസ്? ഇപ്പൊ കാണിച്ചു തരാം. അതന്നെ ടൂറിസ്റ്റേഴ്സിന് ഒരു കുറവില്ല ഈ സമയത്ത്. ഞങ്ങൾ ഫെബ്രുവരി 10-ാം തീയതിയാണ് ഇപ്പോൾ നിൽക്കണത് ഇവിടെ. മലയാളത്തിൽ നിന്നും ഉണ്ട്, അല്ല കേരളത്തിൽ നിന്നും ഉണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകയുണ്ട്. അങ്ങനെ കുറേ കൂടുതൽ ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. പിള്ളേരൊന്നും വണ്ടിയില്ല. ആരൊക്കെയുണ്ട് പോടാ. ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ കുറച്ച് പേരുണ്ട്. ബീവിനാണ് ആ ഫ്രണ്ടിലിരിക്കണത്.